ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുന്നതാകും ബജറ്റെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. ശ്രീജയോടാണ് മന്ത്രി സംസാരിച്ചത്. ഷീജ തന്നെയുണ്ട് വിശദാംശങ്ങളുമായി. സംസ്ഥാന ബജറ്റ് നാളെ രാവിലെ 9 മണിക്കാണ് നിയമസഭയിൽ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിക്കുക. ഏതായാലും വികസനം, അതോടൊപ്പം തന്നെ വികസനത്തിനൊപ്പം തന്നെ തുല്യ പ്രാധാന്യം സാമൂഹ്യക്ഷേമത്തിനും നൽകുന്ന ഒരു ബജറ്റായിരിക്കും ഇത്തവണത്തേത് എന്ന് തന്നെയാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രസക്തമെന്ന് പറയുന്നത് കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനത്തെ പൂർണ്ണമായും അവഗണിച്ച ആ ഒരു സാഹചര്യത്തിൽ വലിയ വെല്ലുവിളി നിറഞ്ഞതാണ് ഇത്തവണത്തെ സംസ്ഥാന ബജറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ വെല്ലുവിളിയെ അതിജീവിക്കുന്ന ഒരു ബജറ്റാകും ഇത്തവണത്തേത് എന്ന് തന്നെയാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കുന്നത്. കൂടുതൽ ഒരു തുറമുഖം വന്നാൽ തുറമുഖത്ത് വന്ന് കപ്പൽ വന്നിട്ട് പോകാന്നുള്ളതല്ല. തുറമുഖത്ത് വരുന്ന കപ്പലുകളിൽ കയറിപ്പാനുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ധാരാളം വ്യവസായങ്ങൾ വരും, അതിനുള്ള പശ്ചാത്തലം വരും, ധാരാളം സംവിധാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവും. അതിനുള്ള എല്ലാ പ്രത്യേക ശ്രദ്ധയുണ്ടാവും. ക്ഷേമ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമ്പോൾ ഏതായാലും സാമൂഹ്യ സുരക്ഷ, പെൻഷൻ അതിൽ അടക്കം കൃത്യമായിട്ടുള്ളൊരു പരിഗണന ഇത്തവണത്തെ ബജറ്റിൽ ഉണ്ടാകുമെന്ന് ധനമന്ത്രി പറയുന്നു. ഒപ്പം തന്നെ സംസ്ഥാനത്തെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് നിലവിലുള്ള നടപടികൾ തുടരുന്നതായിരിക്കും. അതിൽ ഒരു തരത്തിലും ജനങ്ങൾക്ക് മേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കുന്ന ഒരു നടപടിയും ഉണ്ടാകില്ല എന്നുള്ള കാര്യവും ധനമന്ത്രി ഉറപ്പു നൽകുന്നു. ഇതിൽ കൂട്ടിച്ചേർക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുണ്ടക്കൈ ചൂരൽമല ദുരന്തമാണ്. ഈ ദുരന്തത്തെയും കേന്ദ്രം പൂർണ്ണമായും അവഗണിച്ചൊരു സാഹചര്യമുണ്ട്. പക്ഷേ സംസ്ഥാനം കൃത്യമായിട്ടുള്ള പരിഗണന സംസ്ഥാന ബജറ്റിൽ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനും ഉണ്ടാകും എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു. വന്യജീവി വലിയ തോതിൽ അങ്ങ് വർദ്ധിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തന്നെ സംസ്ഥാന ബജറ്റ് കഴിഞ്ഞ 4 വർഷം കൊണ്ട് നീക്കിയിരിപ്പിൽ ഇരട്ടിയിലധികം വർധന വന്നിട്ടുണ്ട്. അതുകൊണ്ടൊന്നും ഇത് പരിഹരിക്കാൻ പറ്റുന്നില്ല. നിയമത്തിൽ തന്നെ ചില പരിഷ്കാരം വേണം. അതിനൊപ്പം തന്നെ സംസ്ഥാന ബജറ്റിൽ കൂടുതൽ പരിഗണന ലഭിക്കുന്ന മറ്റ് വിഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് റബ്ബർ മേഖലയാണ്. അതിനൊപ്പം തന്നെ റബ്ബർ മേഖലയ്ക്കൊപ്പം നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കും പ്രത്യേക പരിഗണന ബജറ്റിൽ ഉണ്ടാകുന്നതാണ്. അതിനു പുറമെ വന്യജീവി മനുഷ്യ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രശ്നപരിഹാരങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ നീക്കിയിരിപ്പ് ഈ മേഖലയിലും ഉണ്ടാകും. ഏതായാലും എല്ലാ മേഖലയെയും സ്പർശിക്കുന്ന തരത്തിലുള്ള ഒരു ബജറ്റ് തന്നെയാകും. സാമ്പത്തിക പരിമിതികൾ സംസ്ഥാനത്തിന് ഏറെ ഉണ്ടെങ്കിൽ പോലും ജനങ്ങൾക്ക് ആശ്വാസകരമാകുന്ന ബജറ്റ്, അതിനൊപ്പം തന്നെ വികസനത്തിനും വ്യാവസായിക നിക്ഷേപത്തിനുമടക്കം കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു ബജറ്റ് കൂടിയാകും ഇത്തവണത്തേത് എന്ന് തന്നെയാണ് ധനമന്ത്രി വ്യക്തമാക്കുന്നത്. ഏതായാലും ഇനിയിപ്പോൾ നാളെ രാവിലെ 7 മണിയോടുകൂടിയായിരിക്കും ഈ ബജറ്റിന്റെ അന്തിമ കോപ്പി ധനമന്ത്രിക്ക് മുന്നിലെത്തുക. അതിനുശേഷമായിരിക്കും ധനമന്ത്രി ബജറ്റ് അവതരണത്തിനായി ഔദ്യോഗിക വസതിയിൽ നിന്നും പുറപ്പെടുക.